നിമിഷത്തിൽ വന്ന് നിൽക്കാൻ മാത്രം ഭാഗ്യവതിയാണോ ഞാനെന്ന്. ഞാനീ കാണുന്നതൊക്കെ സ്വപ്നമാണോ, അതോ മറ്റാരുടെയെങ്കിലും സ്വപ്നത്തിൽ ജീവിക്കുകയാണോ ഞാൻ? തൊട്ടു മുന്നിൽ ഒരാപത്ത് വന്ന് നിൽപ്പുണ്ടെന്ന് എന്തോ ഹൃദയം മുന്നറിയിപ്പ് നൽകുന്ന പോലെ. ശാരദ, അങ്ങനൊന്നും. ഇതെന്താ പറ്റി? മോളെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമൊന്നുമില്ല. വിഷ്ണുട്ടാ, അയാളെ ഒന്നും ചെയ്യല്ലേ. ഞാൻ കൈലി വീണപ്പോ എന്നെ രക്ഷിച്ചത് അയാള്. ഇവിടെ നിന്ന് കൂടുതൽ സർക്കസ് ഒന്നും കാണിക്കല്ലേ. താനൊന്ന് പോടോ ശ്രാങ്കെ. അതെ, ശ്യാമ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ഇതാമയുണ്ടായേ പെണ്ണിനോട് പറഞ്ഞിട്ടുള്ളതാ ഫോണും കൊണ്ട്. വേണ്ട ശാരദേ, സംഭവിച്ചു പോയില്ലേ. അകാല മൃത്യു ഒഴിവാക്കാനാവില്ല. അത് ചിലപ്പോ വെള്ളത്തിൽ മുങ്ങിയോ ശിരസിൽ നാളികേരം നിപതിച്ചോ ആവോ. ശിരസിൽ നാളികേരം നിവേദിക്കാന്ന് വെച്ചാൽ എന്താ സ്വാമി? എടോ തലേ തേകാൻ വീണ് ചാവൂന്ന്. എന്നാ അത് അങ്ങനെ പറഞ്ഞ പോരെ സ്വാമി? ഞങ്ങൾ സ്വാമിമാർക്ക് ഒരു ഭാഷയുണ്ട്, അതാണ് ഞങ്ങളുടെ ട്രേഡ് മാർക്ക്. അകാല മൃത്യുവിന് പകരം താൻ പെട്ടെന്ന് ചാവൂന്ന് പറഞ്ഞാൽ മതിയാ. ഇതിപ്പോ അതൊക്കെ പഠിച്ചിട്ട് എന്തിനാ? ഞാൻ പെട്ടെന്ന് ചാവാൻ പോവല്ലേ. മൃത്യു ഒഴിവാക്കാനാവില്ല, പക്ഷെ ഒരു പോംവഴിയുണ്ട്. ഒരേ ഒരു പോംവഴി. എന്താ സ്വാമി? ലൈഫ് ഇൻഷുറൻസ് പോളിസി. മരണം ഒരു ഭാഗ്യമായിട്ട് കരുതൂ, കുടുംബ സമ്പന്നമാവും. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഫയൽ എടുക്കട്ടെ. മണി ബാക്ക് പോളിസികൾ തന്നെ പലതുണ്ട്. ധനരേഖ, ബീമ ബചന്ത്, ചിൽഡ്രൻസ് മണി ബാക്ക്, അത് തന്നെ 20 yearsന്റെ ഉണ്ട്, 25 yearsന്റെ ഉണ്ട്. ബെസ്റ്റ് പരിപാടി. സ്വാമി ഒന്ന് പോയേ. പറയട്ടെ, ഞാൻ പറയട്ടെ. ഇങ്ങോട്ട് വാന്ന്. വേറൊരെണ്ണം ഉണ്ട്, ജീവൻ തനു,
ജീവൻ ശിരോമണി, ജീവൻ ഉമങ്. ഇത് കൊള്ളാമല്ലോ സ്വാമി, നല്ല പരിപാടിയാണല്ലോ. അയ്യോ പോലെ പോലെ നിക്ക്. ഛെ, എന്റെ പൈസ നിക്ക് നിക്ക്, ഞാൻ പ്ലാൻ വിശദമായിട്ട് പറഞ്ഞു തരട്ടെ. ഓ ഓ ആ ഓടല്ലേ, അങ്ങനെ ഓടല്ലേ. ആ, നിക്ക് നിക്ക്. വിട്. ആ, ഞാൻ പ്ലാനൊക്കെ ഒന്ന് വിശദീകരിച്ചു തരാം. ഒന്ന് പോ സ്വാമി, പോയി വേറെ പണി നോക്ക്. മനുഷ്യനെ മെനക്കെടുത്താൻ. ശ്ശേ, എന്റെ ജീവൻ ഉമങ് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് വന്നാ? ആ നോക്കാം. എന്തിട്ട് പെട്ടെന്ന്? ശ്യാമ ഞങ്ങളുടെ അനിയത്തിക്കുട്ടി ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ വീണു. അയ്യോ, എന്നിട്ട്? ദേ ഈ കുട്ടിയാ സമയത്തിന് പിന്നാലെ ചാടി ശ്യാമയെ ചെയ്യാൻ കെട്ടിക്കൂടെ പൊറപ്പിക്കാൻ പറ്റുമെന്നറിയാം. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പറഞ്ഞു വിടട്ടെ, ശ്രാങ്കിന്റെ അച്ഛനെയും അമ്മയും ഇയാളുടെ വീട്ടിലേക്ക്. മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം ശ്യാമേ, അവിടെ എന്തെടുത്തോണ്ടിരിക്കുക? നന്ദി പറച്ചിലൊക്കെ മതി, വന്നേ. മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ. വാ. ഹലോ, എന്താണ് ഒരു ചുറ്റിക്കളി? ചുറ്റിക്കളിയൊന്നുമില്ല ബ്രോ. അവളെ ഈ കായൽ തീരത്തേക്ക് കൊണ്ടുവന്നാലെന്നൊരു ആലോചന. അതിന് നീ കായൽ റാണി ഗ്രൂപ്പിന്റെ ഉടമസ്ഥന്റെ മോനാണെന്ന് നമുക്കറിയാമോ? ഇല്ല, അവളുടെ കാഴ്ചയിൽ ഞാൻ വെറും ഒരു ശ്രാങ്ക. വെറും ഒരു സ്രാങ്കിന്റെ അടുത്തൊക്കെ അവൾക്ക് ഇഷ്ടം തോന്നുന്നു. അതാ അറിയേണ്ടത്. അങ്ങനെയാണെങ്കിലേ അതൊരു ആത്മാർത്ഥമായ ഇഷ്ടമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ അവൾ എൻ്റെ അച്ഛൻ്റെ പണത്തെ സ്നേഹിക്കുന്നു എന്നല്ലേ പറയാൻ പറ്റൂ. അല്ല, ഇതിപ്പോ എങ്ങനെ അറിയാനാ?
അവൾക്ക് എന്നോട് ആത്മാർത്ഥമായി ഇഷ്ടമുണ്ടെങ്കിൽ ദേ ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും. രക്ഷയില്ല. മറഞ്ഞു നിന്നെ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ മിന്നാമിന്നി കണ്ണാള ഇവിടെ ജീവിക്കേണ്ട പെണ്ണാ ബ്രോ അവള്. കായൽ റാണിയായി. പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ. കൃഷ്ണൻകുടിച്ചേട്ടൻ കുളി പോലും കഴിഞ്ഞില്ല ഇതുവരെ. ഇപ്പൊ കുളിക്കാം. എത്ര തവണ പറഞ്ഞതാ കൃഷ്ണൻകുടിച്ചേട്ടാ അവര് വരുമ്പോഴേക്ക് റെഡിയായി നിക്കണോന്ന്. എന്റെ വിജയേ, അവര് വന്നിട്ടിനി ടാക്സി ഒക്കെ പിടിച്ച് തരണ്ടേ? ടാക്സിയാ? നമ്മള് ബസ്സിനാ പോകുന്നേ. ബസ്സിലോ? ഞാനോ? വിയർക്കത്തില്ലേ വിജയേ? ആ കൃഷ്ണൻകുടിച്ചേട്ടൻ തന്നെ ഇത്തിരി വിയർക്കുന്നത് നല്ലതാ. പോയി കുളിച്ചിട്ട് വാ കൃഷ്ണൻകുടിച്ചേട്ടാ. അവരോട് ഇനി 2 വർത്താനം പറഞ്ഞിട്ട് പോവാ. അമ്മ ഇതെങ്ങോട്ടാ? ഞങ്ങള് തക്കലേക്ക് മടങ്ങുക മോളെ. മടങ്ങേ? ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇതുവരെ. അക്കാര്യം ഞങ്ങള് നേരത്തെ തീരുമാനിച്ചതാ മോളെ. നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇനി മോളല്ല വേറൊരു പെൺകുട്ടിയെ രാജീവിന്റെ ജീവിതത്തിലേക്ക് വരുന്നെങ്കിലും ഞങ്ങള് പോയേനെ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മയെന്ന് എത്ര സ്നേഹപൂർവ്വം നീ വിളിച്ചാലും പെറ്റമ്മയാവില്ല. മോളെന്ന് ഞാൻ വിളിച്ചാലും സ്വന്തം മോളെ പോലെ കാണാനാവില്ല. അമ്മായിയമ്മ എന്നും അമ്മായിയമ്മയും മരുമോൾ എന്നും മരുമോളും. അവർക്കിടെ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പോകെ പോകെ അത് വലുതാകുകയും ബന്ധം തന്നെ തകരുന്ന അവസ്ഥയും ഉണ്ടാവും. കുട്ടികളെ അവരുടെ വഴിക്ക് ജീവിക്കാൻ വിട്ടിട്ട് മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ അവരുടെ വഴിക്ക് പോകുന്നതാ നല്ലതെന്നാ ഞാൻ പഠിച്ച പാഠം. ഇപ്പോഴാണെങ്കിൽ പരസഹായം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും സഹായം വേണ്ട കാലത്ത് നിങ്ങളൊരു കൈത്താങ് തന്നാ മതി. തക്കലയിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാ? കൃഷ്ണൻകുടിച്ചേട്ടന് കൃഷിയും മറ്റും ഉണ്ടല്ലോ അവിടെ. ആ മണ്ട പോയ 4 തെങ്ങും 10-20 മൂട് കപ്പായും വിശാലമായിട്ടങ്ങ് പരന്ന് കിടക്കയല്ലേ കൃഷി സ്ഥലം. കൃഷ്ണൻകുടിച്ചേട്ടൻ പോയെന്ന് കുളിച്ചിട്ട് വരുന്നുണ്ടോ? കുളിക്കുന്നു. ആ എണ്ണ വെച്ചില്ലായിരുന്നു വിജയേ. കൃഷി എത്ര ഉണ്ടെന്നുള്ളതല്ല മോളെ കാര്യം. വെറുതെ വീട്ടിൽ ഉണ്ണുകയോ ഉറങ്ങുകയും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമല്ലോ. അല്ല, അമ്മയ്ക്കിങ്ങനെ എവിടെ സമയം പോകുന്നത്? ഇനിയിപ്പൊ എത്ര സമയമുണ്ടെന്നാ? അത് പോകുന്ന പോലെ അങ്ങ് പോട്ടെ. ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയാതമ്മ. അമ്മ എനിക്ക് എന്റെ സ്വന്തം അമ്മ തന്നെയാ. മോളെ, എന്റെ അമ്മയുടെ അടുത്തും ഞാൻ വഴക്കൂടിയും പിണങ്ങിയൊക്കെയാ ജീവിച്ചോണ്ടിരുന്നെ. അതേ സ്വാതന്ത്ര്യത്തിലാ ഞാൻ വിജയമ്മ എടുത്ത് ഇടപെട്ടത്. ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല. അമ്മയും അമ്മാവനും തക്കലേക്ക് പോവാണേ പൊക്കോ, കൂട്ടത്തില് ഞാനും വരുമെന്ന് മാത്രം. മോളെ ദേ സാറേ, സാറിനും വേണേ പോരാ. അതല്ല, കോളേജിൽ നിന്ന് ലീവ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലീവ് കിട്ടുമ്പോ വന്നാ മതി. മോളെ, നീ എന്താ ഈ പറയുന്നേ? അമ്മയൊന്നും പറയണ്ട. അമ്മയുടെ തീരുമാനം അതാണെങ്കിൽ ഇതാണ് എന്റെ തീരുമാനം.
ദേ ശാരിക അറിയാലോ, പെട്ടിയെടുത്ത് ഞാനും ഇപ്പൊ ഇറങ്ങും. ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ. മോളെ നിക്ക്. അമ്മയും അമ്മാവനും എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. നീ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞില്ല മോളെ. പിന്നല്ലാതെ എനിക്ക് വഴക്കൂടാനും പിണങ്ങാനൊക്കെ ഈ അമ്മയമ്മാവനും ഒക്കെ ഇവിടെ വേണ്ടേ? നിങ്ങളെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ എനിക്ക്? അമ്മാവ് ഇതൊരു കുളിച്ചില്ലേ അമ്മാവ? ഇട സോപ്പ് കാണാനില്ലടാ. എന്തായാലും സോപ്പൊന്നും അന്വേഷിക്കണ്ട, നിങ്ങൾ തക്കലേക്ക് പോകുന്നില്ല. അല്ലേലും എനിക്ക് പോവാൻ മനസ്സില്ല. അവിടെ പോയാ പണിയെടുക്കണം, അതിന്റെ പട്ടി ചെയ്യും. എനിക്കേ വിയർപ്പിന്റെ അസുഖമുള്ളതാ. ഓ, എന്നാ ഇനിയൊരു കുളിയാവാം. ശ്യാമേ, എടി ശ്യാമേ. ശ്യാമേ, എടി ശ്യാമേ, ഈ പെണ്ണത് എവിടെ പോയി? ശ്യാമേ. എന്തിനാ ശാരദ ശ്യാമയെ വിളിക്കുന്നത്? വേവിച്ച ഭക്ഷണം ഊണ് മേശയിലേക്ക് ഒന്ന് എടുത്തു വെക്കാനോ ഗോപാലേട്ടാ? അത്രയെങ്കിലും സഹായം ചെയ്യണ്ടേ പെണ്ണുങ്ങളായാല്? ദീർഘയാത്രയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങാന്ന് ഞാൻ പറഞ്ഞതല്ലേ ശാരദേ? ആ, ഹോട്ടൽ നടത്തുന്ന ആളായതുകൊണ്ടായിരിക്കും എനിക്കത് പിടിക്കില്ല ഗോപാലേട്ടാ. എന്തിനാ അധിക ചെലവെന്ന് മനസ്സ് വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഭക്ഷണം എടുത്തു വയ്ക്കാനാണെങ്കിൽ ഞാൻ സഹായിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. അവള് പഠിക്കൊന്നുമല്ലെന്ന് എനിക്കറിയാം. അടുക്കള ജോലിയിൽ നിന്ന് ഒഴിവാകാനുള്ള ഓരോരോ അടവ്. നാളെ കെട്ടിച്ചു വിടാനുള്ള പെണ്ണാണല്ലോ എന്ന് കരുതിയാ തലപ്പല്ലി ചലയ്ക്കുന്ന പോലെ ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മോളെ ശ്യാമേ. ഈ കുട്ടിയാ സമയത്തിന് പിന്നാലെ ചാടി ശ്യാമയെ രക്ഷിച്ചത്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഈ ബർത്ത്ഡേക്ക് അവിസ്മരണീയമായ ഒരു സമ്മാനം തരാൻ വേണ്ടിയായിരുന്നു ഇയാളുടെ പിന്നാലെ നടന്നത്. ഇയാളെ പ്രപ്പോസ് ചെയ്യാൻ, കെട്ടിക്കൂടെ പൊറപ്പിക്കാൻ പറ്റുമെന്നറിയാം. പറഞ്ഞു വിടട്ടെ ശ്രാങ്കിൻ്റെ അച്ഛനെയും അമ്മയും ഇയാളുടെ വീട്ടിലേക്ക്. ശ്യാമേ. മോൾ ആരോടാ സംസാരിക്കുന്നത്? ആരുമില്ല അച്ഛാ. പഠിക്കായിരുന്നില്ലേ? അതെ, വായിച്ചു പഠിക്കുമായിരുന്നു. എന്നാ മതിയാക്കിട്ടോ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ശ്യാമേ. വരുന്നു. ഗോപാലേട്ടാ വന്നിരിക്കേ. ഇന്ന് വെള്ളത്തിലൊക്കെ വീണില്ലേ മോള്? അതിന്റെ പേടി തട്ടിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. അയ്യോ എന്റെ ദേവി,
ഒന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. ആ അമ്മേ. ആ ആഹാ ആ കൈ കഴിയിട്ട് വാവണേ. ആ ഇനിയിപ്പോ അതിന്റെ ഒരു കുറവ് വേണ്ട. ആ പയ്യൻ സമയത്ത് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാലും അവള് മുങ്ങിയ പാടെ വെള്ളത്തിലേക്ക് ചാടാൻ അവന് തോന്നിയല്ലോ. നല്ല ധൈര്യമുള്ള പയ്യൻ തന്നെ. അവരൊക്കെ കായലും കടലും ഒക്കെ കണ്ടു വളരുന്ന കുട്ടികളല്ലേ ശാരദേ, പേടിയൊന്നും ഉണ്ടാവില്ല. ഈ ബോട്ട് ജോലി ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും ഗോവലട്ടാ? എന്താ നീ ഇവൾക്ക് കല്യാണാലോചന നടത്തുക? ഹാ, കല്യാണാലോചന എന്ന് വിചാരിച്ചാലും അതില് തെറ്റൊന്നുമില്ല. ഒരു ജോലിക്കും അങ്ങനെ മഹത്വമോ മേനിക്കുറവോ ഒന്നുമില്ല. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാവണം. പിന്നെ കെട്ടുന്ന പെണ്ണിനെ പട്ടിണിക്കിടരുത്. അത്രേ ഉള്ളൂ. എന്താ അമ്മ ഇത്? നിങ്ങൾ എന്നെ ഇപ്പൊ തന്നെ പിടിച്ചു കെട്ടിച്ചുവിടോ? ഹേയ്, നാളെ നേരം വെളുക്കുന്ന ഒരു സമയമുണ്ടടി. പൊട്ടിപ്പെണ്ണെ കഴിക്കടി.